ഹലോ, എല്ലാവർക്കും നമസ്കാരം. മണിരത്നം, കമലഹാസൻ, റഹ്മാൻ. ആഹാ, അന്തസ്. അങ്ങനെ അതിരാവിലെ 1:30 ഖത്തറിലെ ഫസ്റ്റ് ഷോ കാണാൻ പോയി വന്നു. അപ്പോൾ തഗ് ലൈഫിനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി പ്രെഡിക്റ്റബിൾ സ്റ്റോറിയാണ്. യൂഷ്വൽ ആയിട്ടുള്ള സ്റ്റോറി, റിവെഞ്ച് സ്റ്റോറി. എന്താ പറയാ, 38 വർഷത്തിന് ശേഷം കമലഹാസനും മണിരത്നവും കൂടി ഒന്നിക്കുന്ന സിനിമയാണ്. അവരാദ്യം ചെയ്ത സിനിമ നായകൻ എന്ന സിനിമയായിരുന്നു. അതൊരു ക്ലാസിക് സിനിമയായിരുന്നു. എനിക്ക് ഈ തഗ് ലൈഫ് കണ്ടപ്പോൾ നായകൻ തന്നെ ഒരു പൊടി തട്ടി എടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. തഗ് ലൈഫിന്റെ ട്രെയിലറിൽ കണ്ട എന്താണോ അത് തന്നെയാണ് സിനിമ. ആ കഥ നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ ആ കഥ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് സിനിമ. നമുക്ക് എല്ലാവർക്കും അറിയാം, മണിരത്നം ഒരു ലെജൻഡറി ഡയറക്ടറാണ്. പക്ഷെ അദ്ദേഹം ചെയ്ത 80കളിലും 90കളിലൊക്കെ ചെയ്ത ഇതേപോലത്തെ തന്നെ ഗാങ്സ്റ്റർ മൂവികളായ നായകനായാലും തളപതി ആയാലും അതുപോലെ റീസെന്റ് വന്ന ചെക്കച്ചിവന്ത വാനം, എല്ലാ സിനിമകളിലും ഒരു നമ്മുടെ സ്റ്റോറി സ്ക്രീൻ പ്ലേ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സോൾ ഉണ്ടായിരുന്നു, ഒരു ആത്മാവുണ്ട്. ആ സിനിമ കാണുമ്പോൾ നമുക്ക് എന്താ പറയാ, ആ കഥയിലോട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ എവിടെയും അങ്ങനെ ഒരു കണക്ഷൻ കിട്ടാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. സംഭവം ടെക്നിക്കലി വളരെ ബ്രില്യൻസ് ആയിട്ടാണ് സിനിമ ചെയ്തതെങ്കിലും, ബിജിഎം ആയാലും അല്ലെങ്കിൽ എഡിറ്റിംഗ് ആയാലും ബാക്കി ടെക്നിക്കലി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കതിന്റെ ആ കഥയിലോട്ട് എന്താ പറയാ, ഒരു ഡീപ്പായിട്ട് ഇറങ്ങാനായിട്ടുള്ളൊരു പരിപാടി ചെയ്തു വെച്ചിട്ടില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ റഹ്മാന്റെ മ്യൂസിക്കാണ് ഒരു പരിധിവരെ പടത്തെ എലിവേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ബിജിഎം ആയാലും 1-2 സോങ്സും വളരെ നന്നായിട്ട് തോന്നിയിരുന്നു. അതുപോലെ ഇതിലെ കമലഹാസന്റെ തിരിച്ചുവരവ് എന്നതിനേക്കാൾ ഉപരി എനിക്ക് സിംബുവിന്റെ തിരിച്ചുവരവായിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലെ വില്ലൻ റോൾ ആയാലും ബാക്കി പരിപാടികളൊക്കെ ആയാലും അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവ് ആഗ്രഹിച്ചവർക്ക് വളരെ ഒരു എന്താ പറയാ, പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയാണ്. ഏകദേശം 2.25 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഈ സിനിമ ഫസ്റ്റ് ഹാഫ് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. അതായത് ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നതും അങ്ങനെ വളരെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു പോലെയാണ് എനിക്ക് തോന്നിയത്. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പോലീസ് എൻകൗണ്ടർ സീനുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഹൈ മൊമെന്റ്സ് തന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് വളരെ സ്ലോ പേസിൽ പോയി. പിന്നെന്താ, ഇന്റർവെൽ ഒക്കെ ആകുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇന്റർവെൽ പഞ്ച് ഓക്കെ ആയിരുന്നു, ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഹാഫിലാണ് സിനിമ ഒന്ന് കഥയിലിട്ട് ഒന്ന് ഇറങ്ങി വരുന്നതും പിന്നെ കുറച്ച് എന്താ പറയാ, അഭിനയ മുഹൂർത്തങ്ങളൊക്കെ ആയിട്ട് കമലഹാസന്റെ ആയാലും സിംബുവിന്റെ ആയാലും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ ആക്ട്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തൃഷ, അഭിരാമി ഒക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ ജസ്റ്റ് വന്ന് പോകുന്നു അല്ലാതെ വളരെ കാര്യമായിട്ടൊന്നും അവർക്കും ചെയ്യാനായിട്ട് പടത്തിലില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആക്ഷൻ സീക്വൻസും എഡിറ്റിങ്ങും പരിപാടികളൊക്കെ വളരെ ഗംഭീരമായിരുന്നു. ആക്ഷൻസ് എനിക്ക് തോന്നുന്നു 80 ആണ് ചെയ്തിരിക്കുന്നത് തോന്നുന്നു. പക്ഷേ വളരെ അടിപൊളിയായിട്ടുള്ള ആക്ഷൻ സീനുകളും നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും. അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ മണിരത്നത്തിന്റെ ഒരു ക്ലാസിക് സിനിമ കാണാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ സിനിമ കാണാൻ പോകണ്ട. അത്യാവശ്യം എന്താ പറയാ, ഒരു നോർമൽ ഓക്കെ ഫീൽ തരുന്ന ഒരു മൂവി. അത്യാവശ്യം ടെക്നിക്കൽ പരിപാടികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലല്ലാതെ വളരെ ഹൈ എക്സ്പെക്ടേഷൻസിലൂടെ കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശയായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഒരു ക്ലാസിക് സിനിമകൾ കാണാം അല്ലെങ്കിൽ ഗാങ്സ്റ്റർ സിനിമകൾ കാണാന്നുള്ള രീതിയിലാണെങ്കിൽ ഒന്നുകൂടി നന്നാവും. ഞാൻ സജസ്റ്റ് ചെയ്യുക പഴയ നായകനോ അല്ലെങ്കിൽ തളപതിയോ അറ്റ്ലീസ്റ്റ് ചെക്കച്ചിവന്ത വാനമായാലും നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. പിന്നെ കമലഹാസനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാ, അത്യാവശ്യം നല്ല പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നാൽ വിക്രമിൽ ലോകേഷ് കനകരാജ് ഒരു കംബാക്ക് അടിപ്പിച്ചതുപോലെ ഒരു കംബാക്ക് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു എന്താ പറയാ, ഒരു ആക്ഷൻ പാക്ക് അല്ലെങ്കിൽ ഒരു സംഭവമായിട്ട് എനിക്ക് അത്രയ്ക്ക് ഫീൽ ആയിട്ടില്ല. പക്ഷേ എന്നാൽ ഇന്ത്യൻ 2 വെറുപ്പിച്ച് പോലെ അങ്ങനെ ഒരു വെറുപ്പിക്കൽ പരിപാടികളൊന്നും ഇല്ലാത്ത ഒരു ഓക്കെ വാച്ച് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾ സിനിമ കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. അപ്പോൾ ഓക്കെ, ബൈ.